എൻ്റെ പേര് മുഹമ്മദ് ഫാസിൽ. എൻ്റെ ചോദ്യം, വിശുദ്ധ ഖുർആനിൽ 2300 ആയത്തുകളിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്ന് മുജാഹിദുകൾ പറയുന്നു. എന്നാൽ അതിന് തെളിവായി അവർ പറയുന്നത് സൂറത്തുൽ ജിന്നിലെ 20-ാമത്തെ ആയത്ത്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. പറയുക പ്രവാചകരെ, ഞാൻ എൻ്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. ഈ ആയത്ത് ഉദ്ധരിച്ചിട്ടാണ് മുജാഹിദുകൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. എൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന പല ആളുകളും വീഴാൻ പോകുന്ന സമയത്ത് മുഹ്യിദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, മമ്പ്രന്തങ്ങളെ സഹായിക്കണേ, കന്യാമറിയമേ മക്കളെ തരണേ എന്നുള്ള വിളിച്ചു തേട്ടങ്ങൾ നടത്തുന്നുണ്ട്. ഇത് ഷിർക്കാണോ, ജായിസ് ആണോ? ഷിർക്കല്ല എങ്കിൽ അതിന് ഖുർആനിൽ നിന്ന് ഒരു തെളിവ് ഉദ്ധരിക്കാമോ? അല്ലോ, വീഴാൻ പോകുന്ന സമയത്ത് ബദരീങ്ങളെ കാക്കണേ എന്നുള്ള വിളി, എൻ്റെ മമ്പറന്തങ്ങളെ, ഒരു കുട്ടി വീണ് കിടക്കുകയാണ്, മമ്പറന്തങ്ങളെ എന്ന് പറഞ്ഞു വരുന്ന ഇത്താത്ത, ആ വിളിയാണ് ഇവിടെയുള്ള ഉദ്ദേശം. അപ്പോ പ്രാർത്ഥനയല്ല, വിളിയാണ് മുമ്പ് ഉദ്ദേശിച്ചത്. എന്നോട് നിങ്ങൾ വിഷയം ക്ലിയറായി. ഇനി നമ്മൾ മറുപടി നിങ്ങളും ഞാനും ഇങ്ങനെ പറയുമ്പോൾ റെഡി ആയിട്ട് അങ്ങനെ പോകും. മറ്റത് പൊന്തമത്തല്ലണം മാതിരിയാവുള്ളൂ. എന്തോ ഒരു സംഗതി നിങ്ങളൊക്കെ വിളിച്ചു പ്രാർത്ഥന, അത് എന്താ നിങ്ങൾ കൺഫ്യൂഷൻ ആയി ഇരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തീർക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഇവിടെ ഇനി നിങ്ങൾ പറയുന്നത് ഇങ്ങനെ മമ്പുറം തങ്ങളെ കാക്കണേ, അല്ലെങ്കിൽ ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെയൊക്കെയുള്ള വിളിയെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്. ഒന്നാമതായി ഞാൻ നിങ്ങളുടെ തെറ്റിദ്ധാരണ അകറ്റുകയാണ്. അത് പ്രാർത്ഥനയല്ല. സാങ്കേതികമായി അതിന് പ്രാർത്ഥന എന്ന് പറയുകയില്ല. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥന എന്ന് സാങ്കേതികമായി അത്തരം വിളിയെ കുറിച്ച് നമ്മളാരും പറയാറില്ല, ശർഈയായിട്ടും പറയാറില്ല, ഉർഫിയായിട്ടും പറയാറില്ല. പിന്നെയോ അതിന് സഹായത്തേട്ടം അല്ലെങ്കിൽ വിളി എന്നൊക്കെയാണ് അതിന് പറയാറുള്ളത്. ഇനി നിങ്ങൾ ചോദിച്ച ഒന്നാമത്തെ ആയത്തിനെ കുറിച്ച് ഞാൻ പറയാം. മുജാഹിദുകൾ പറയുന്നത് സൂറത്തുൽ ജിന്നിലെ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ എന്ന ആയത്ത് ഓതിയിട്ടാണ് ഞങ്ങളെ ആശയം സമർത്ഥിക്കുന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ശരിയാണ്. ആ ആയത്ത് നിങ്ങളുടെ ആശയമല്ല, ഞങ്ങളെ ആശയവും സമർത്ഥിക്കുന്നത് അതേ ആയത്ത് കൊണ്ടാണ്. എന്താണ് ആയത്തിൽ പറഞ്ഞത്? ഖുൽ, നബിയെ അങ്ങ് പറയണം, ഇന്നമാ അദ്ഉ, നിശ്ചയം ഞാൻ ദുആ ചെയ്യുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതായത് ഇമാം അബു സുഊദ്, അതുപോലെ ഒട്ടനേകം മുഫസ്സിറുകൾ, അവരൊക്കെ അവരുടെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തി വെച്ചു, ഐ അഅ്ബുദു, ഞാൻ ഇബാദത്ത് എടുക്കുന്നത്, ഞാൻ ആരാധിക്കുന്നത് എൻ്റെ റബ്ബിനോട് മാത്രമാണ്. ഇത് തന്നെയാണ് അഹ്ലു സുന്നയുടെ നിലപാട്. സുന്നികളായ ഞങ്ങൾ പറയുന്നതും അത് തന്നെയാണ്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, എൻ്റെ റബ്ബിന് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് എടുക്കുകയുള്ളൂ, റബ്ബിനോട് മാത്രമേ ഞങ്ങൾ ദുആ ചെയ്യുകയുള്ളൂ. ഈ വിഷയത്തിൽ ഒരു തർക്കവും ഒരു സംശയവും ആർക്കും ഇല്ല. ദുആ എന്ന ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ. അത് അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും പറ്റൂല. അത് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്ന വൽ ജമാഅത്താകുന്ന ഈ പ്രസ്ഥാനം. ഞങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹു അല്ലാതെ ഒരു ഇലാഹ്, ആരാധനക്ക് അർഹതയുള്ളവൻ അള്ളാഹു അല്ലാതെ ഒരു ശക്തിയും ഇല്ല എന്ന് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന ഈ പ്രസ്ഥാനം. അപ്പോ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പറ്റുകയുള്ളൂ, അതായത് ഇബാദത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഐ അഅ്ബുദു, മുഫസ്സിറുകൾ പറഞ്ഞത് അങ്ങനെയാണ്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ.
അത് തന്നെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് ആ ആയത്ത് ഓതിയിട്ട് മഹാത്മാക്കളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ പോലെയുള്ള മഹത്തുക്കളെ നിങ്ങൾ ചോദിച്ച പറഞ്ഞ ആ ഉദാഹരണം, ബദരീകളെ കാക്കണേ പോലെയുള്ള ആ വിളി ശിർക്കാണ് എന്നാണ് നിങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് ഒന്നാമത് പറഞ്ഞത്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് എന്നാണ് ആദ്യമായിട്ട് അറിയേണ്ടത്. രണ്ടാമത്തേനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, അത് ഞാൻ പിന്നീട് പറയും. നിങ്ങൾ ഓത്തിയ ആയത്ത് വെച്ച് ഒന്നാമത്തെ ഭാഗം നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് സുന്നികളായ ഞങ്ങൾ ബദരീങ്ങളെ വിളിക്കുന്നതും മുഹയ്യദ്ദീൻ ഷേഖിനെ വിളിക്കുന്നതും ഒക്കെ ശിർക്കാണ് എന്നാണ്. അതെങ്ങനെയാണ് ആകുന്നത്? ആ മൈക്കാണ് കൊടുക്കി മൂപ്പര് പറയട്ടെ. യേശു ക്രിസ്തുവെ സഹായിക്കണേ എന്ന് ചോദിക്കണ ഒരാള്, അത് പ്രാർത്ഥനയാണോ അതോ അത് ശിർക്കാണോ? മുഹ്യിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയുന്ന പോലെ യേശു ക്രിസ്തുവെ രക്ഷിക്കണേ എന്നൊരാൾ ചോദിക്കുകയാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് പറഞ്ഞതിന് എതിരല്ലേ എന്നുള്ളതാണ്. തീർച്ചയായും അത് എതിരാണ്. അത് അവർക്കുള്ള ആരാധനയാണ്. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്നോ നിങ്ങൾ വിളിച്ച ആ വിളികൾ അത് അവർക്കുള്ള ആരാധനയാണ്. അത് പാടില്ലാത്തതാണ്, ഒരു സംശയവുമില്ല. അത് യേശു ക്രിസ്തുവിനാകുമ്പോ അത് ആരാധനയാണ്, പ്രാർത്ഥനയാണ്. അത് മമ്പുറം തങ്ങളോടാകുമ്പോൾ ആരാധനയാണോ പ്രാർത്ഥനയാണോ? അല്ല, അല്ല, അതാണ് പറഞ്ഞത്. മമ്പുറം തങ്ങളോട് അദ്ദേഹം സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ ചോദിക്കുന്നത്. അത് മാത്രല്ല, വേറെ ഉണ്ട്. അത് മാത്രല്ല, അവിടെയാണ് നിങ്ങളെ തകരാറ് പറ്റിയത്. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയാൻ കൽപ്പിക്കുന്നു, ഖുൽ പറഞ്ഞു കൊടുക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിക്കുകയുള്ളൂ. അല്ല, അതിന്റെ അർത്ഥം നുണയാണ് നിങ്ങളെ പറഞ്ഞത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, അഅ്ബുദു റബ്ബി, എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ ഇബാദത്ത് എടുക്കുകയുള്ളൂ. ഇബാദത്ത് അല്ലാഹുവിന് മാത്രം, വിളി അല്ലാഹുവിന് മാത്രം. ഒരു ഖുർആനിലും ഒരു മുഫ്സിറിലും ഇല്ല. പറഞ്ഞോളി. ഓക്കേ. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്നതിന്റെ അർത്ഥമില്ല. അതല്ലേ രസം. അല്ലാഹുവിന് മാത്രമേ ഞാൻ ഇബാദത്ത് എടുക്കുകയുള്ളൂ. ദഅ എന്ന് പറഞ്ഞാൽ എന്താ? ദഅ എന്ന് പറഞ്ഞാൽ 25ഓളം അർത്ഥമുണ്ട്. നിങ്ങൾ ഏതർത്ഥം ഉദ്ദേശിക്കുന്നതാവും? ദഅ എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്ന അർത്ഥമുണ്ട്. ഒരർത്ഥമുണ്ട് വിളിയെന്ന്, പ്രാർത്ഥന എന്ന അർത്ഥമുണ്ട്. വേറെ അർത്ഥമുണ്ട്. അദ്ദുആഹു ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അല്ലല്ല, അദ്ദുആഹു എന്നാണ് ആ ദുആ എന്നാണ്. അലിഫ് ലാം ഉള്ള ദുആ. നിങ്ങൾ ഇവിടെ അഫ്ദലുൽഉലമയുടെ കോളേജിൽ എവിടെ ചോദിച്ചു നോക്കി, അദ്ദുആഹു എന്ന് പറഞ്ഞാൽ ആ ദുആ എന്നാ. ദുആ എന്നല്ല പറഞ്ഞത്, അലിഫ് ലാം ഇട്ട ദുആ ആണ്. ആ ദുആ ഹുവൽ ഇബാദ, അതിനെ പറ്റിയ ഇബാദത്ത് പറഞ്ഞത്. ആ ദുആ ദുആ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും, ഇല്ലെങ്കിൽ പറയില്ല. ശരി. അപ്പോ മുഹ്യിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണം എന്ന് പറയുന്നത് ശിർക്കല്ല എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ യേശു ക്രിസ്തുവെ രക്ഷിക്കണം എന്ന് പറയുന്നത് ശിർക്കാണെന്ന് നിങ്ങൾ പറയുന്നു. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. ഒരാള് വിശ്വസിക്കുന്നില്ല യേശു ക്രിസ്തു അള്ളാഹുവിന്റെ. നിങ്ങൾ ചോദിച്ച മനസ്സിലായി, ഞാൻ മറുപടി പറഞ്ഞിട്ട് നല്ല ചോദ്യമാണ്. ഇപ്പൊ ചോദിച്ചത് നല്ല റെഡി ചോദ്യം. അങ്ങനെ ചോദിക്കുമ്പോൾ ആളുകൾക്ക് കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാവും? എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? മുഹയ്യിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ അത് ശിർക്കല്ല എന്ന് പറയുന്നു. അതേ അവസരത്തിൽ യേശുവെ രക്ഷിക്കണേ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പ, അങ്ങനെ മറ്റുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ വിളി, പേരൊന്നും പറഞ്ഞോളുന്നില്ല, അത് ശിർക്കാണ് എന്നും പറയുന്നു. എന്തുകൊണ്ടാണ് ഇത് ശിർക്കാകുന്നത്, മറ്റത് തൗഹീദുമാകുന്നത് എന്നറിയാനുള്ള ഒരു വാഞ്ച നിങ്ങൾക്കുണ്ടാകും. മറുപടി ഞാൻ പറയാം. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അംഗീകരിച്ച ഒരു തത്വമാണ് എപ്പോഴാണ് ഒരു കാര്യം ഇബാദത്താവുക എന്നത്. എപ്പോഴാണ് ഒരു കാര്യം ഇബാദത്താകുന്നത്? 1988 ജനുവരിയിൽ പുറത്തിറങ്ങിയ അൽമനാർ മാസിക. മുജാഹിദുകൾ അന്ന് പിളർന്നിട്ടില്ല കേട്ടോ. അപ്പൊ എല്ലാ വിഭാഗം മുജാഹിദുകൾക്കും അത് ബാധകമാണ് എന്ന് പറയാനാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത്. വേറെ ദുരുദ്ദേശം ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാ വിഭാഗം മുജാഹിദുകൾക്കും അത് ബാധകമാണ്. അതിൽ 1988 ജനുവരി, ഞാനിത് കാണിച്ച് നോക്കുന്നുണ്ട്, അതിൽ അവര് തന്നെ എഴുതുന്നു, എപ്പോഴാണ് ഒരു കാര്യം ഇബാദത്താകുന്നത്? അത് കേവലമായ വണക്കത്തിന് ആരാധന എന്ന് പറയില്ല. മുജാഹിദുകൾ പറയാണ്. പിന്നെന്ത് വേണം? ഒരു കേന്ദ്രത്തിൽ ദിവ്യത്വം ചാർത്തിക്കൊണ്ട്. എങ്ങനെ? ദിവ്യത്വം ചാർത്തി
ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ചെയ്യുന്ന വണക്കത്തിലാണ് തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണം. അതനുസരിച്ചുള്ള വണക്കത്തിലാണ് ആരാധന എന്ന് പറയുക. അതാ അൽമനാറാണ്, കേട്ടോളൂ. അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്തവും ഒക്കെ തന്നെയും ഇബാദത്തും തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ എന്തു വേണം? അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പല ശൈലികളിൽ ഇത് ഒരു നിബന്ധനയായി അംഗീകരിച്ചത് കാണാം. അപ്പൊ ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പറഞ്ഞ കാര്യമാണ് അൽമനാർ 1988 ജനുവരി ലക്കത്തിൽ ഇറങ്ങിയ അൽമനാറിന്റെ പേജ് 5 പറയുന്നത്. എപ്പോഴാ ആരാധനയാവൽ? അവര് പറയുന്നു ദിവ്യത്വം സങ്കല്പിക്കണം, ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ഉള്ള വിശ്വാസം, അപ്പോഴേ അത് ആരാധനയാവുകയുള്ളൂ. മനസ്സിലാവേണ്ട നിങ്ങൾക്ക് വ്യത്യാസം ഞാൻ പറയുന്നത്. അപ്പൊ ഹിന്ദുക്കൾ അവരെന്ത് ചെയ്യുന്നു? അവരുടെ ദൈവത്തെ കുറിച്ച് ഞാൻ പറയുമ്പോ മറുപടി പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കാം. എന്താ? ദിവ്യത്വം ചാർത്തുക, ദൈവമാണെന്ന് വിശ്വസിക്കുക, ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുക, ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുക. ഇങ്ങനെ വിശ്വസിച്ച് വിളിക്കുകയാണെങ്കിൽ ആ വിളി വിളിക്കപ്പെടുന്ന ആൾക്കുള്ള ആരാധനയാണ്, ഇബാദത്താണെന്ന് മുജാഹിദുകളുടെ അൽമനാറ് അവര് 2ഉം 3ഉം എത്രയാ ഗ്രൂപ്പ് ഉള്ളതെങ്കിൽ അത്രയും ഗ്രൂപ്പ് ആകുന്നതിന്റെ മുമ്പ് പുറത്തിറങ്ങിയ അൽമനാറാണിത്. അതിൽ പറയുന്നു. അപ്പൊ എല്ലാവർക്കും ഇത് ബാധകമാണ്. അപ്പൊ കേവലം മുഹയ്യദ്ദീൻ ഷേഖ് എന്ന് വിളിച്ചത് കൊണ്ട് മാത്രം എന്താവുകയില്ല? ആരാധനയാവൂല. ആരാധനയാവണമെങ്കിൽ എന്ത് വേണം? ദൈവമാണെന്ന് കരുതണം, ദിവ്യത്വം ചാർത്തണം, ദൈവപുത്രനാണെന്ന് കരുതണം, അതുപോലെ ദൈവ അവതാരമാണെന്ന് കരുതണം. അപ്പോ ക്രിസ്ത്യാനികൾ യേശുവേ എന്ന് വിളിച്ചു പറയുമ്പോ അവരുടെ വിശ്വാസം എന്താ? യേശു ദൈവപുത്രനാകുന്നു എന്നാണ്. അതുകൊണ്ട് അത് ആരാധനയാണ്, അത് ശിർക്കാകുന്നു. ഇനി നിങ്ങൾ ചിന്തിക്കുക, അടുത്തത് ഹിന്ദുക്കൾ അവരുടെ ദൈവങ്ങളെ ദൈവമായിട്ടും ദൈവ അവതാരമായിട്ടും വിശ്വസിച്ച് വിളിക്കുന്നു, അല്ലേ? അതൊക്കെ അവരുടേതായ വിശ്വാസമാണ്, നമ്മൾ ചോദ്യം ചെയ്യല്ല. അങ്ങനെ വിളിക്കുമ്പോ ദൈവ അവതാരമാണ് എന്ന് കരുതിക്കൊണ്ടും ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടും വിളിക്കുന്നു. അതുകൊണ്ട് അതും ശിർക്കാണ്, അതും അവർക്കുള്ള ഇബാദത്താണ്, അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇനിയാണ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം. എന്ത്? മുഹയ്യദ്ദീൻ ഷേഖയെ വിളിക്കുന്നു, അല്ലെങ്കിൽ യാ റസൂലല്ലാഹി എന്ന് വിളിക്കുന്നു. ഈ വിളി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കായ ആളുകൾ ഈ വാഴക്കാട് ബസ് സ്റ്റാൻഡിൽ പരിസരത്തും തടിച്ചുകൂടിയ ആയിരക്കണക്കായ ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരെങ്കിലും അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി എന്നൊക്കെ വിളിച്ച് റസൂലുള്ളാഹിയെ വിളിച്ച് തേടുമ്പോ അള്ളാഹുവിന്റെ റസൂല് ദൈവമാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഉണ്ടോ? ഇല്ല. ദൈവപുത്രനാണ് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അവിടെ കാണിച്ചു, എല്ലാവർക്കും പറയാം. ഇത് സാമാജിക അവസരം, എല്ലാവർക്കും പറയാം. ദൈവ അവതാരമാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലേ, ഇല്ല. പിന്നെ എങ്ങനെയാണ് മുജാഹിദുകൾ പഠിപ്പിച്ച തൗഹീദ് അനുസരിച്ചപ്പയം പറയുന്നത്? ആയത്തും ഹദീസും കിതാബ് ഡസക്കണക്കിന് പറയുന്നുണ്ട്. അത് ഞാൻ പിന്നെടുത്ത് അർഫി പഠിപ്പിക്കും, അതവിടെ ഇരിക്കട്ടെ. മുജാഹിദുകൾ മലയാളത്തിൽ എഴുതിയ അവരുടെ മുഖപത്രത്തിൽ പറഞ്ഞ നിർവചനം അനുസരിച്ചാണ് ഇപ്പോഴത്തെ കളി. ഇതിൽ അവർ പറയുന്നത് എന്താണ്? ഈ ദിവ്യത്വം ഇല്ലേ, അത് ശിർക്കാവൂല. ദിവ്യത്വം ഉണ്ടെങ്കിലേ ശിർക്കാവുകയുള്ളൂ. നിങ്ങൾ ഇനി പറയും, മുസ്ലിമീങ്ങളായ ഞങ്ങള് റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുമ്പോ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്താ അറിയോ? അഅ്ബുദുഹു വറസൂലുഹു, അള്ളാഹുവിന്റെ അടിമയാണ്, റസൂലാണ്. അല്ലാതെ എന്തല്ല? ദൈവമല്ല, ദൈവപുത്രനല്ല, ദൈവ അവതാരമല്ല. ഈ വിശ്വാസം വിശ്വസിച്ച് റസൂലുള്ളാഹിയെ വിളിക്കുന്നു. എങ്ങനെയാണ് ഇത് ശിർക്കാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പറയണമെന്ന് ഞാൻ ചോദിക്കുന്നത് ശരിയല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മമ്പുറത്തെ തങ്ങളെ മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ ബദരീങ്ങളെ ഞങ്ങൾ വിളിക്കുമ്പോ ഞങ്ങളെ വിശ്വാസം എന്താ? അഅ്ബുദുഹു വവലിയുഹു, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ വലിയാണ് കേട്ടോ. അള്ളാഹു അല്ല, ഇലാഹല്ല, ദൈവമല്ല,
ദൈവപുത്രനല്ല, ആരാധ്യനല്ല, മഅ്ബൂദല്ല, റബ്ബല്ല. പിന്നെയോ ആ റബ്ബിന്റെ അടിമയാണ്, ആ റബ്ബിന്റെ ദൂതന വലിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാ മുഹയ്യദ്ദീൻ ശേഖനെ ഞങ്ങൾ വിളിക്കുന്നത്. യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ഞങ്ങൾ വിളിക്കുന്നത് ഈ വിശ്വാസത്തോടെയാണ്. മുജാഹിദുകളുടെ മുഖപത്രം പറയുന്നു അങ്ങനെ വിശ്വസിച്ചാൽ അത് ശിർക്കാവൂല. ഞാനിതൊന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എനിക്കറിയാം, എന്തായാലും ഇത് കേൾക്കുന്ന ആളുകൾക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി വായിക്കാം. ഇത് കേരളത്തിലെ മുജാഹിദുകൾ മർക്കസു ദഅവയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച, സംസ്ഥാന കമ്മിറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇതിന്റെ പേരെന്താ? അഹ്ലുസുന്ന വൽ ജമാഅ ചോദ്യങ്ങൾ അല്ലെ, സംശയങ്ങളും മറുപടിയും. ഇതിന്റെ 15ാമത്തെ പേജിൽ അവർ പറയുന്നത് എന്താ കണ്ടോ? അപ്പോൾ പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ എന്താണ് വ്യത്യാസം? ചോദ്യമാണ്. അതിന് മറുപടി അവരെന്ന് പറയാം. പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. അത് രണ്ടും ഒരേ അർത്ഥത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. എന്നാൽ സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് കേൾക്കണേ, അത് വ്യക്തിയോ മരമോ കല്ലോ ഖബറോ എന്തായാലും എന്തിനോടാണോ നമ്മൾ ചോദിക്കുന്നത്, ആ ചോദിക്കപ്പെടുന്ന വസ്തു ദൈവമെന്നോ, കേൾക്കണം, ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ്. അപ്പൊ ആരാധനയാവണമെങ്കിൽ, ഇബാദത്ത് ആവണമെങ്കിൽ എന്ന ദുആ ഇബാദത്തിന്റെ പരിധിയിൽ പെടണമെങ്കിൽ അതെന്താവണം? ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടാകണം. അപ്പോഴേ അത് ഇബാദത്താവുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്. മക്കയിലെ മുശ്രിക്കുകൾ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടാ ചെയ്തിരുന്നത്. എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യില്ല, നബിയെ തങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ റബ്ബിന് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ എന്ന് പറയണമെന്ന് ഖുർആൻ പഠിപ്പിച്ചത് അതാണ് മുജാഹിദുകൾ പത്രവും പറയുന്നത്. ദിവ്യത്വമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ്. ഇനി നിങ്ങൾ ഓർക്കണം, ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രമാകുന്നു. സുന്നികളായ ഞങ്ങൾ ചെയ്യുന്നത് പോലെ. ഏത് വിശ്വാസം ഇല്ലാതെ? ദിവ്യത്വം വിശ്വസിക്കാതെ, ദൈവമാണെന്ന് വിശ്വസിക്കാതെ, ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കാതെ, ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാതെ, ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അത് പ്രാർത്ഥനയല്ല, അത് ആരാധനയല്ല, അത് കേവല സഹായാർത്ഥന മാത്രമാകുന്നു എന്ന് എഴുതി വെച്ചത് എവിടെയാണെന്നറിയോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഫീസിൽ നിന്ന് ഇറങ്ങിയ പുസ്തകമല്ല ഇത്. ഇത് കേരളത്തിലെ മുജാഹിദുകൾ കണ്ടോ, മുജാഹിദ് കേരള നദുവത്തുൽ മുജാഹിദീൻ മർക്കസു ദഅവ കോഴിക്കോട് 2 നിന്ന് പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിൽ മുജാഹിദുകളുടെ ആശയമായി വ്യക്തമായി കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നു. അതുകൊണ്ട് മുഹയ്യദ്ദീൻ ശേഖയെ രക്ഷിക്കണേ എന്ന വിളി ആരാധനയല്ല, അത് പ്രാർത്ഥനയല്ല എന്ന് ഞങ്ങൾ പറയുന്നത് മുജാഹിദുകൾ പറഞ്ഞ പഠിപ്പിച്ച നിയമമനുസരിച്ച് തന്നെയാകുന്നു എന്ന് ചുരുക്കം.